എന്ത് പറ്റിയടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പീരിയഡ്സ് ആണ് ചേച്ചി. ലീക്കേജിന്റെ ടെൻഷനുണ്ട്. ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ. ബാഗ് ഉള്ളതുകൊണ്ട് വാഷ്റൂമിൽ പോകാനും പറ്റുന്നില്ല. ഓ, അതാണോ? തനിക്ക് ഓക്കെ ആണെങ്കിൽ ബാഗ് ഞാൻ സൂക്ഷിക്കാം. താൻ പോയിട്ട് വരൂ. പേടിക്കണ്ട, പോയി വരൂ. താങ്ക്സ് ചേച്ചി. മധുമിത. ധ്വനി. ചേച്ചി എവിടെ പോകാനാ? എറണാകുളം. ഞാനും. ധ്വനി പഠിക്കുവാണ്? അതെ. ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്യുന്ന ധ്വനി എന്തേ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നില്ല? പാഡിനേക്കാൾ സൗകര്യപ്രദം മെൻസ്ട്രൽ കപ്പ് അല്ലേ? ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷെ എനിക്ക് പേടിയാണ്. അത് തന്റെ തോന്നലാണെടോ. മറ്റുള്ള ഏത് മെൻസ്ട്രൽ പ്രോഡക്റ്റിനേക്കാളും സേഫ് മെൻസ്ട്രൽ കപ്പാണ്. 12 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ടെൻഷനോ ലീക്കേജിന്റെ ടെൻഷനോ വേണ്ട. ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. മെൻസ്ട്രൽ കപ്പ് ഒരു തരത്തിലുള്ള അലർജിയോ ഇറിറ്റേഷനോ ഉണ്ടാക്കുന്നില്ല. അത് മാത്രമല്ല, ഒരു മെൻസ്ട്രൽ കപ്പ് 5 വർഷം വരെ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് കാശിൻ ലാഭം. ചേച്ചിക്ക് ഇതെല്ലാം ഇത്ര കൃത്യമായി എങ്ങനെ അറിയാം? ഞാനൊരു ഡോക്ടറാണല്ലോ. ആണോ? ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അല്ല, ഞാൻ HLL ലൈഫ് കെയർ ലിമിറ്റഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ? അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ സാമൂഹിക ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി പല പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട്. HLLന്റെ ഭാഗമായ HLL മാനേജ്മെന്റ് അക്കാഡമി അഥവാ HMA ആണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമായാണ് എന്നെ പോലെയുള്ള ഹെൽത്ത് പ്രൊഫഷണലുകൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനും അതിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രോജക്റ്റാണ് തിങ്കൾ. സാധാരണക്കാരായ ജനങ്ങൾ മെൻസ്ട്രൽ കപ്പ് പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ തയ്യാറായോ? എവിടെയാണ് ആദ്യമായി തിങ്കൾ പദ്ധതി നടപ്പിലാക്കിയത്? 2018 വെള്ളപ്പൊക്കത്തിനെ തുടർന്ന് ആലപ്പുഴയിലാണ് ആദ്യമായി തിങ്കൾ പദ്ധതി നടപ്പിലാക്കിയത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ വേസ്റ്റ് കൃത്യമായി സംസ്കരിക്കാൻ കഴിയാതെ വരികയും റിലീഫ് ക്യാമ്പിലെ കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ ബ്ലോക്ക് ആവുകയും ചെയ്തതോടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഇൻസിനറേറ്ററിനായി HLLനെ സമീപിക്കുകയായിരുന്നു. എന്നാൽ സുസ്ഥിരമായൊരു പരിഹാരമാണ് അവിടെ ആവശ്യമെന്ന് മനസ്സിലാക്കിയ HMA പരീക്ഷണാടിസ്ഥാനത്തിൽ തിങ്കൾ പ്രോജക്ട് അവിടെ നടപ്പാക്കുകയായിരുന്നു. കൃത്യമായ ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ഇല്ലായിരുന്നിട്ടും 91.5% അവിടുത്തെ അക്സെപ്റ്റൻസ്. അതിനുശേഷം കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയും ബെനിഫിഷ്യറീസിന് അവയർനെസ് ക്ലാസ് നൽകിയതിനു ശേഷം മാത്രം മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു അവയർനെസ് സെഷൻസിനാണ് ഞാനിപ്പോ പോകുന്നത്. ആണോ? എനിക്ക് വിശദമായി അതെല്ലാം അറിയണമെന്നുണ്ട്. ഞാനും കൂടെ വന്നോട്ടെ? അതിനെന്താ, വന്നോളൂ. താങ്ക്സ് ചേച്ചി. നമസ്കാരം, ഞാൻ ഡോക്ടർ മധുമിത. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ HMAയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന തിങ്കൾ പദ്ധതിയുടെ ഭാഗമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മെൻസ്ട്രൽ കപ്പ് അഥവാ ആർത്തവ കപ്പിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ ബോധവൽക്കരണവും വിതരണവും തുടർന്നുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സേവനങ്ങളും ഉൾപ്പെടുത്തി സാമൂഹിക ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതിയാണ് തിങ്കൾ. ഇത് ആദ്യമായി നടപ്പിലാക്കിയത് ആലപ്പുഴയിലാണ്. ആധുനിക സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളെക്കാൾ അർഹതയും ആവശ്യകതയുമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ആലപ്പുഴയിലെ സ്ത്രീകൾ നേരിട്ടത് മെൻസ്ട്രൽ വേസ്റ്റ് സംസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ത്യയിലെ പല ഉൾപ്രദേശങ്ങളിലും ശരിയായ മെൻസ്ട്രൽ പ്രോഡക്റ്റുകളുടെ അഭാവം മൂലം ഈ ദിവസങ്ങളിൽ തുണി അല്ലെങ്കിൽ കളിമണ്ണായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആലപ്പുഴയിൽ ട്രയലായി നടത്തിയ പദ്ധതിയുടെ വൻ വിജയം കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പദ്ധതി കൃത്യമായി വ്യാപിപ്പിക്കുന്നതിന് കാരണമായി. നിലവിൽ ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിലായി 10,50,000-ലധികം ഉപയോക്താക്കൾ നമുക്കുണ്ട്. രാജ്യത്തെ ആദ്യത്തെ 2 സാനിറ്ററി നാപ്കിൻ രഹിത ഗ്രാമങ്ങൾ കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം. എറണാകുളത്തെ കുമ്പളങ്ങിയും തിരുവനന്തപുരത്തെ കള്ളിക്കാട്. പാഡിനേക്കാൾ മികച്ച മെൻസ്ട്രൽ പ്രോഡക്ട്സ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് മെൻസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നു? അതിനുള്ള പ്രധാന കാരണം മറ്റുള്ളവയേക്കാൾ മെൻസ്ട്രൽ കപ്പുകൾ എക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ്. 5000 സ്ത്രീകൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗ കാലാവധിയായ 5 വർഷം കൊണ്ട് 100 ടണ്ണോളം സാനിറ്ററി നാപ്കിൻ മാലിന്യത്തിൽ കുറവുണ്ടാകുന്നു. അതുപോലെ ഏകദേശം 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക ലാഭവും കണക്കാക്കിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംശയമുണ്ടായാൽ എങ്ങനെ അത് പരിഹരിക്കും? ഉപഭോക്താക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഞങ്ങൾക്കൊരു ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്.
മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ വോയിസ് ചാറ്റ് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ സംശയ നിവാരണം നടത്തുന്നതിനായി ഞങ്ങളുടെ ഹെൽത്ത് പ്രൊഫഷണലുകളുടെ സഹായം ലഭ്യമാണ്. കൂടാതെ നിങ്ങൾക്ക് നൽകുന്ന ലീഫ്ലെറ്റിലുള്ള കസ്റ്റമർ കെയർ നമ്പർ മുഖേനയും നിങ്ങൾക്ക് കോൾ സെന്റർ സപ്പോർട്ട് നേടാവുന്നതാണ്. തിങ്കൾ പദ്ധതി കേരളത്തിൽ വളരെ വലിയ വിജയമായതിനാൽ ഇപ്പോൾ ലക്ഷദ്വീപിലും നടപ്പിലാക്കി വരുന്നു. മെൻസ്ട്രൽ കപ്പ് ഇത്രയും സിമ്പിൾ ആയിരുന്നല്ലേ ചേച്ചി? സത്യത്തിൽ പേടിയല്ല, അറിവില്ലായ്മയായിരുന്നു എൻ്റെ പ്രശ്നം. ഇനി എനിക്കും മെൻസ്ട്രൽ കപ്പ് തന്നെ മതി.